ഹലോ ഗൈസ്, ഇത് എല്ലാവരും കൂടി അങ്ങോട്ടേക്കാന്നല്ലേ. ഞങ്ങൾ അംഗനവാടി വരെ ഒന്ന് പോവുകയാണ്. ഞാൻ റീസെൻ്റ്ലി പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അംഗനവാടിയിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആശാ വർക്കർ. അപ്പോൾ നമ്മൾ അവിടെ പോയി ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കൊണ്ടുപോകാൻ പറഞ്ഞു കേട്ടോ, നമ്മൾ സ്കാനിങ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കിട്ടും. അതായത് നമ്മുടെ പൊടികൾ, ധാന്യപ്പൊടികളൊക്കെ അങ്ങനത്തെയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ കുട്ടി ജനിക്കുമ്പോൾ നമുക്ക് 5000 രൂപ കിട്ടും കേട്ടോ. അപ്പോൾ അതിങ്ങനെ 3 സെക്ഷനായിട്ടാണ് കിട്ടുകയെന്നാണ് പറഞ്ഞത്. എത്ര പേര് ഇത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു അറിവ്. അപ്പോൾ ഞങ്ങൾ പോയി അംഗനവാടിയിൽ ഞങ്ങളന്ന് പോയപ്പോൾ ആകെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും മടിയന്മാരായി ലീവൊക്കെ എടുത്തിരിക്കുകയായിരുന്നു. മീനു ഉണ്ണി ആദ്യമൊന്നും മടിച്ചു കേട്ടോ. മീനു അങ്ങനെ അധികം കളിക്കാനൊന്നും പോയില്ല. പിന്നെ 2 പേരും നല്ല വില്ലന്മാരായതുകൊണ്ട് പതുക്കെ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ണീനെ ഒന്നും വിടുന്നുണ്ടായിരുന്നില്ല, നിന്നെ വിടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. മീനൂട്ടിൻ്റെ തലയിൽ ഞാനൊരു കുത്തപ്പമീനാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകുന്ന വഴിക്ക് കിട്ടിയ പൂക്കളൊക്കെ അതാ കുത്തി വയ്ക്കുന്നുണ്ട്. അപ്പോൾ മീനൂട്ടിക്ക് ലാസ്റ്റ് കാണിച്ചു കൊടുത്തപ്പോൾ മീനൂട്ടി പറയുന്നത് ഇതെന്താ ഗോഡ്സിൽ എൻ്റെ മൂട്ടിലെ ലൈറ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഇനി പോകുന്ന വഴിക്ക് വേറെയും പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാക്സിമം സ്ഥലമുള്ളത് കൊണ്ട് ഞാൻ ഇളയിലൊക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ പറയുന്നുണ്ട് ഞങ്ങളെ 3 കൂടി ഒരുമിച്ച് വിടാൻ പറ്റില്ല, വിട്ട് കഴിഞ്ഞാൽ ഇതായിരിക്കും പണി എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു ചുറ്റും കാണാനായിട്ട്. ഫുള്ള് പച്ചപ്പായിരുന്നു. പാലക്കാട് എൻ്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് മാവുകളാട്ടോ കാണാം. ഇവിടെ കുറേ ബട്ടറിൻ്റെ മരങ്ങളാണ് ഞങ്ങളുടെ ബട്ടർ ഫ്രൂട്ടിന്, നമ്മൾ അവക്കാഡോൻ്റെ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, ബൈ.